ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രക്കാണ് അഗസ്ത്യാർകൂടം ട്രക്കിംഗ്. നമ്മളിന്ന് പോകുന്നത് അഗസ്ത്യമല ട്രക്കിങ്ങിന്റെ വിശേഷങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും കഠിനമേറിയ ഏറ്റവും സാഹസികമായ ഒരു ട്രക്കിംഗ് ആണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ലെറ്റ്സ് ഫോട്ടോ വർക്ക്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ തലേദിവസം രാത്രി അവിടെ എത്തി. അവിടെ ഒരു ഡോർമെട്രി സെറ്റപ്പ് അല്ലെങ്കിൽ ഡോർമെട്രി റൂം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റേ ചെയ്തു. തിരുവനന്തപുരത്തിനടുത്ത് യാത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആവശ്യമൊക്കെയായിട്ട് പോകുന്നവർക്ക് താമസിക്കാൻ പറ്റിയ പീറ്റേഴ്സ് ഇൻ എന്ന് പറയുന്ന ഒരു ഡോർമെട്രിയിലാണ് ഞങ്ങൾ താമസിച്ചത്. അതിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. വലിയ എക്സ്പെൻസീവ് അല്ല, വലിയൊരു ബഡ്ജറ്റ് ലെവലിൽ തന്നെ താമസിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പീറ്റേഴ്സ് ഇൻ എന്നാണ് ആ ഒരു ഡോർമെട്രിയുടെ പേര്. ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കാം. ഇനി തിരുവനന്തപുരം സിറ്റിയിൽ നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് കിഴക്ക് വശത്തേക്ക് മാറി ഉള്ള ഒരു സ്ഥലമാണ് ബോണക്കാട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. രാവിലെ 4 മണിയായപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അഗസ്ത്യാർകൂടം ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോണക്കാട് ചെക്ക് പോസ്റ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് നമ്മുടെ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് നമുക്ക് പോകണമെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കണം. അതിൻ്റെ ടിക്കറ്റും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പോകുന്ന വഴിയിലുള്ള ഒരു ചെക്ക് പോസ്റ്റിൽ കാണിച്ച് അവിടെയുള്ള ഓഫീസേഴ്സിനെ കൊണ്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ ബോണക്കാട് എത്തിക്കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്, നമ്മുടെ ID പ്രൂഫ് വെരിഫൈ ചെയ്യൽ, അങ്ങനെ കുറച്ച് പരിപാടികൾ ബോണക്കാട് ചെക്ക് പോസ്റ്റിലുണ്ട്. പോകുന്ന വഴിക്ക് വിതുര എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനടുത്താണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയത്. അതുപോലെ തന്നെ അവിടുന്ന് കഴിക്കുക മാത്രമല്ല, നമ്മൾ പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു. ഇനി ബോണക്കാട് ചെക്ക് പോസ്റ്റിൽ ഞങ്ങളൊരു 7:35, 7:40 ആ സമയത്ത് ഞങ്ങൾ ബോണക്കാട് ചെക്ക് പോസ്റ്റിൽ അവിടെ എത്തി. അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള വെരിഫിക്കേഷന്, ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ഈ ഒരു ട്രക്കിങ്ങിനെ കുറിച്ചുള്ള കുറച്ചൊരു ക്ലാസ്സുകൾ ഒക്കെ അവരവിടെ പറയുന്നുണ്ട്, അവരവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഫുഡ് വേണ്ടവർക്ക് അവിടുന്ന് അവർ ഫുഡ് കൊടുക്കുന്നുണ്ട്. വെള്ളം കരുതുന്നുണ്ടെങ്കിൽ അവിടുന്ന് കരുതാം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരു ബോണക്കാട് ചെക്ക് പോസ്റ്റിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അഗസ്ത്യാർകൂടം വനമേഖലയിലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രധാന കവാടമാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ്. എന്താ പറയുക, വനം വകുപ്പിന്റെ കർശനമായിട്ടുള്ള പരിശോധനകളാണ് അവിടെ ഉള്ളത്. പ്ലാസ്റ്റിക് കുപ്പികൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ, പ്ലാസ്റ്റിക്കിന്റെ എല്ലാ സംഭവങ്ങളും അവരവിടെ എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട്. കർശനമായിട്ട് അവിടെ നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ തന്നെ മദ്യം, പുകയില, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ലഹരി വസ്തുക്കളൊന്നും നമുക്ക് ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അവരുടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്, കർശനമായിട്ടുള്ള പരിശോധനകൾ ബോണക്കാട് ചെക്ക് പോസ്റ്റിലുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരു 8 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരത്തേക്ക് നമ്മുടെ ഒപ്പം വരാനായിട്ട് ഒരു ഗൈഡ് ഉണ്ടാവും. ഞങ്ങളുടെ ഒപ്പം ഒരു ഗൈഡ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒന്നാം ഘട്ടം ബോണക്കാട് ചെക്ക് പോസ്റ്റ് മുതൽ അതിരമല ബേസ് ക്യാമ്പ് വരെയാണ്. ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. ചെറിയ ചെറിയ ചോലക്കാടുകളും അതുപോലെ തന്നെ ചില സ്ഥലത്ത് നിബിഡമായ വനങ്ങളും പാറക്കൂട്ടങ്ങളും ഒക്കെ ക്രോസ് ചെയ്ത് ഞങ്ങളുടെ യാത്ര തുടർന്നു. യാത്രയിലെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉള്ള ഒരു പ്രശ്നം വെയിലാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചു. ഇനി പോകുന്ന വഴിക്ക് ചെറിയ നീരുറവുകളുണ്ട്, അവിടെ നിന്ന് നമുക്ക് വെള്ളം എടുക്കാം. 8-10 കിലോമീറ്ററോളം ഞങ്ങൾ യാത്ര ചെയ്ത് എത്തുന്ന സ്ഥലത്ത് നമുക്ക് കഴിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. നല്ല വെയിലായിരുന്നു. വെയിൽ കൊണ്ട് എല്ലാവരും തന്നെ അവശതയിലായി. ഇടയ്ക്കിടയ്ക്ക് ഇരുന്നു, റെസ്റ്റ് ചെയ്തു, വിശ്രമിച്ചൊക്കെയാണ് യാത്ര.
അതിരുമല ബേസ് ക്യാമ്പ് വരെയുള്ള ഈ യാത്രയിൽ ഈ 20 കിലോമീറ്ററും ദൂരം വരുന്ന യാത്രയിലെ ഏറ്റവും കഠിനമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് അപകടകരമായിട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് മുട്ടുതട്ടി എന്ന് പറയുന്ന ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഈ ഒരു സെഷനാണ്. അവിടുത്തെ ഒരു കയറ്റം അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റീപ്പ് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുട്ട് വന്ന് നെഞ്ചിൽ തട്ടുന്ന അതുകൊണ്ടാണ് ഈ മുട്ടുതട്ടി എന്നുള്ള പേര് വന്നത്. അത്ര കഠിനമായിട്ടുള്ള ഒരു കയറ്റമാണ് ഈ മുട്ടുതട്ടി എന്ന് പറയുന്ന ഏരിയയിലേക്കുള്ളത്. അത് നമ്മൾ കടന്നു പോകുന്ന വഴികളിലെ ഈ ഭൂപ്രകൃതി പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലത്ത് ചോലവനങ്ങളാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ കൊടും കാടുകളാണ്, വൻ വൃക്ഷങ്ങളാണ്, അവിടെ ഇടയിൽ കൂടെ നമ്മൾ നടക്കുന്നുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ പാറക്കൂട്ടങ്ങളാണ്. അതുപോലെ ചില സ്ഥലങ്ങളിൽ തണൽ ഒട്ടുമില്ലാത്ത അല്ലെങ്കിൽ വെയില് അതികഠിനമായ വെയിൽ ഏറ്റ് നമ്മൾ നടന്ന് വേർത്തൊഴുകി നടക്കേണ്ടി വരുന്ന പുൽമേടുകളുണ്ട്, ചരൽ മണ്ണുകളുണ്ട്. അവിടെയൊക്കെ അപകടം കൂടാതെ നമ്മൾ തരണം ചെയ്യുക എന്നുള്ളതാണ് മണിക്കൂറുകളോളം നീണ്ട നടത്തത്തിനൊടുവിൽ രാവിലെ 8 മണിക്ക് പുറപ്പെട്ട ഞങ്ങൾ ഇടയ്ക്കൊരു സ്ഥലത്ത് ഫുഡ് കഴിച്ചു. നേരത്തെ പറഞ്ഞില്ല, ഇടയ്ക്കൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. തുടർന്നും അതികഠിനമായ യാത്ര ചെയ്ത് ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി ഒരു 4-5 മണിയോട് കൂടിയാണ് ഇരുട്ടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സമയത്താണ് നമ്മൾ ആദ്യ ദിവസത്തെ ലക്ഷ്യമായ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലെ ലക്ഷ്യസ്ഥാനമായ അതിരുമല ബേസ് ക്യാമ്പിലേക്ക് എത്തിയത്. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ, ഇവിടെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ചെറിയ ഭക്ഷണം, ലഘു ഭക്ഷണങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കഞ്ഞി, ചുക്കാപ്പി, മുളക് ബജി എന്നൊക്കെ പറഞ്ഞാലും ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, റേറ്റ് കുറച്ച് കൂടുതലാണ്. എനിവേ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇത്രയും ഉയരത്തിൽ കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ അല്ലെങ്കിൽ ആദ്യ ദിവസത്തെ യാത്ര അവസാനിച്ച് ഇന്ന് നമ്മൾ ഇവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ കിടക്കാനായിട്ട് ചെറിയ ഡോർമെറ്ററി സെറ്റപ്പ്, ചെറിയ ബെഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ചെറിയ ക്യാബിനുകൾ പോലെ, ക്യാബിനുകൾ എന്ന് പറയാൻ പറ്റില്ല, ഡോർമെറ്ററി പോലെ തിരിച്ചിരിക്കുന്ന ഷീറ്റ് വെച്ച് മേൽക്കൂരയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കെട്ടിടങ്ങൾ 2-3 ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ ഉണ്ട്. കുളിക്കാനുള്ള സൗകര്യം ഉണ്ട്, ചെറിയൊരു ബാത്റൂം ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഇവ നമ്മുടെ 1-ാം ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ 2-ാം ദിവസത്തെ യാത്ര, പ്രധാന അഗസ്ത്യാർകൂടത്തിലേക്കുള്ള പ്രധാന യാത്ര, ഏതാണ്ട് 6-7 കിലോമീറ്ററോളമാണ് നമുക്ക് അഗസ്ത്യാർകൂടത്തിലേക്ക് പോകേണ്ടത്. പക്ഷേ അത് ഈ ഒരു 20 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തതിനേക്കാളും ഹെവിയാണ്, അഡ്വഞ്ചറസ് ആണ്, കുത്തനെ കയറ്റമാണ്. അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രക്ക് ആണ്. ഈ 2-ാമത്തെ ദിവസം നമ്മൾ അഗസ്ത്യമലയുടെ മുകളിലേക്കുള്ള ഈ 2-ാമത്തെ ദിവസത്തെ ട്രക്ക്. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഫോട്ടോ വർക്ക്.